ചപ്പാത്തിക്കും ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണല്ലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് ഇതാണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്തിട്ട് ബാക്കിയുള്ള പണി ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 4 സവോളയാണ്. 4 ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം വലിയൊരു സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 12-13 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് ഘനമായാലും സാരമില്ല കേട്ടോ. നമ്മളിത് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് അരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീർങ്ങനൊന്നും കട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു കത്തി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതായപ്പോൾ നല്ല ബ്ലോക്ക് ബസ്റ്റർ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് 149 രൂപയ്ക്ക് ഒരു 3 നൈഫ് കിട്ടിയേട്ടോ. നല്ല അടിപൊളി നൈഫാണ്. നല്ല മൂർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇഞ്ചിയും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കട്ടോ. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടിയിട്ടൊന്നും വരണ്ട, കളറൊന്നും മാറണ്ട. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതിയാവും കേട്ടോ. ഈ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സവാള നന്നായിട്ട് മൂത്ത് കിട്ടും കേട്ടോ. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കുമ്പോൾ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, നല്ല കളറ് കിട്ടും. ഞാനിപ്പോൾ കാശ്മീരി ഇല്ലാത്തതുകൊണ്ട് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ ഒരു പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളിത് ഉള്ളിയൊക്കെ വറുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2 കഷ്ണം ഏലക്കയും 3-4 കഷ്ണം ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കൻ പെരട്ടിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു തേങ്ങാക്കൊത്ത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ വേറെ ഇനി പുളിയൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു തക്കാളിൻ്റെ പുളി മാത്രം മതിയാകും. പിന്നെ ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇപ്പം ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വാട്ടിയ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കൂടുതൽ എരിവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 10-12 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതിൽ തന്നെ വെന്ത് കിട്ടും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് മാറും കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ.
ഈ ഒരു ചിക്കൻ പെരട്ട് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ രാത്രി ഡിന്നറായിട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ചും കൂടി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ചിക്കൻ നമ്മൾക്ക് നോർമലി വേവാൻ ഒരു 20 മിനിറ്റാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പീസായിട്ടുള്ള ചിക്കൻ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ പൊതുവേ ചിക്കന് ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. അങ്ങനെ പൊടിയിലിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം അവസാനമായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സായി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.